മഞ്ചേശ്വരത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള കണ്വ തീർത്ഥം. ഈ കണ്വ തീർത്ഥത്തിലേക്ക് എത്തുവാൻ മഞ്ചേശ്വരത്ത് നിന്ന് നാം പിന്നീട് മാംഗ്ലൂരേക്ക് പോകുന്ന ആ ദേശീയപാതയുടെ ഓരത്ത് തന്നെയാണ് കണ്വ തീർത്ഥത്തിലേക്കുള്ള വഴി നമുക്ക് കാണാനാകുന്നത്. കണ്വ തീർത്ഥം എന്ന പ്രദേശത്ത് ഒരു ക്ഷേത്രമുണ്ട് എന്നതിൻ്റെ സൂചനയായി വലിയൊരു സ്വാഗത കവാടമാണ് നാം ആദ്യം കാണുന്നത്. ആ സ്വാഗത കവാടം കഴിഞ്ഞിട്ടാണ് പിന്നീട് നാം ക്ഷേത്രഭൂമി അല്ലെങ്കിൽ കണ്വ തീർത്ഥം അന്വേഷിച്ച് വരുന്നത്. കണ്വ തീർത്ഥം യഥാർത്ഥത്തിൽ സമുദ്രത്തിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ്. സമുദ്രത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കണ്വ മഹർഷി തൻ്റെ തപസ്സിനായി തിരഞ്ഞെടുത്തത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, കടലിൻ്റെ അലയടിക്കുന്ന ഒച്ച ഇവിടെ നിന്നാൽ കേൾക്കാനേ ഇല്ല. അതൊരു വലിയ സത്യമാണ് ഇവിടുത്തെ. അതായത് കണ്വ മഹർഷി തപസ് ചെയ്തപ്പോൾ, ധ്യാനഭാവത്തിലിരുന്നപ്പോൾ ആ കടലിൻ്റെ അലയടികൾ വല്ലാതെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു അത്രേ. അപ്പോൾ അദ്ദേഹം കൈ ഉയർത്തി തിരമാലകളോട് നിർത്താൻ പറഞ്ഞു, ആ ഒച്ച നിർത്താൻ പറഞ്ഞു. അതുകൊണ്ട് അന്ന് മുതൽ അവർ ഒച്ചയിടാതെ, അതായത് ആ തിരമാലകൾ ആ കടലിൽ പോയി നോക്കിയാൽ അതൊരു വിസ്മയം തന്നെയാണ്. കടലിൽ തിരയടിക്കുന്നത് ഒട്ടും ഒച്ച കേൾപ്പിക്കാതെയാണ്. ഇനി എത്ര തന്നെ പ്രക്ഷുബ്ധമാണ് കടലെങ്കിലും ഈ ഭാഗത്ത് മാത്രം കടൽ ശാന്തമായിരിക്കും, അതിൻ്റെ ഒച്ചയൊന്നും നമുക്ക് കേൾക്കാനുമാകില്ല. ഇപ്പോൾ ഈ ഒരു കാഴ്ചകൾ പറഞ്ഞുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു വിശ്വാസം മുന്നിൽ നമ്മൾ നിൽക്കുകയാണ്. ഇത് വിജയധ്വജ തീർത്ഥസ്വാമികളുടെ ശ്രീകോവിലാണ്. വിജയധ്വജ തീർത്ഥസ്വാമികൾ എന്നാൽ ഉടുപ്പിയിലെ പെഷ്വാ മഠത്തിലെ 6ാമത്തെ സ്വാമികളാണ്. അദ്ദേഹമാണ് ഭാഗവതം ഇവിടെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ ഭാഗവതത്തിലെ എല്ലാ ശ്ലോകങ്ങളും ഏറ്റവും സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയത്. അതുമാത്രമല്ല, ജ്ഞാനവും അതുപോലെ വിദ്യയും പിന്നെ വൈരാഗ്യവും ആ മൂന്നും തമ്മിലേക്കുള്ള ഒരു ചലനം അല്ലെങ്കിൽ അത് മൂന്നുമായുള്ള ബന്ധം, അതിനെക്കുറിച്ച് അദ്ദേഹം എപ്പോഴും വളരെയേറെ വിശദമായി പറഞ്ഞു തരുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമാധി സ്ഥാനം, അദ്ദേഹം സമാധിയായത് ഇവിടെ വെച്ചാണെന്നുള്ള വിശ്വാസമുള്ളതുകൊണ്ടാണ് അവിടെ ഒരു സമാധി സ്ഥലമുള്ളത്. ഇത് പറഞ്ഞുകൊണ്ട് നാം ഇപ്പോൾ കണ്വ തീർത്ഥത്തിൽ ഒരു പ്രധാന ക്ഷേത്രഭൂമി ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അവിടേക്കാണ് വന്നു നിൽക്കുന്നത്. ഇവിടെ ആകട്ടെ സങ്കല്പമാകുന്നത് കോദണ്ഡരാമസ്വാമിയാണ്. കോദണ്ഡരാമസ്വാമി ക്ഷേത്രത്തിന് ഒരു ഗൃഹ അന്തരീക്ഷമാണ് ഉള്ളത്. അതായത് ഒരു 4 കെട്ടിനുള്ളിൽ എത്തിയതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. അതിനുള്ള രീതിയിലുള്ള ഒരു ശ്രീകോവിൽ നിർമ്മാണ രീതിയാണെന്ന് കാണാം. ചുറ്റുവട്ടത്തും 4 കെട്ടിന് സമാനമായി തൂണുകളോട് കൂടിയ ഒരു മണ്ഡപവുമുണ്ട്. ഇവിടെ വിഗ്രഹ പ്രതിഷ്ഠകൾ ഒരു പ്രത്യേക രീതിയിലാണ്. കോദണ്ഡരാമ സങ്കല്പം എങ്ങനെ വന്നു എന്ന് പറയുന്നതിന് മുൻപ് ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത എന്ന് കാണാം. നമുക്ക് നേരെ വന്നാൽ വളരെ നീളത്തിലുള്ള അഴിക്കൂടുകളാണ് നാം കാണുന്നത്. മരം കൊണ്ട് തീർത്ത അഴി. അവിടെ 2 വാതിലുകളുണ്ട്. ആ വാതിലുകൾ തുറന്നാൽ നേരെ എത്തുന്നത് ശ്രീകോവിലേക്കല്ല. അതാണ് പ്രത്യേകത. നമുക്ക് ഭഗവാനെ കാണണമെങ്കിൽ കോദണ്ഡരാമൻ രാമൻ ലക്ഷ്മണനും സീതയുടെയും ഒപ്പം നിൽക്കുന്ന ആ രൂപമാണ് ഇവിടെ കാണുന്നത്. സീതാ ലക്ഷ്മണ സമേതനായ രാമഭാവത്തെ കാണുവാനാകുന്നു ഇവിടെ നിന്ന് ഈ ജനലിലൂടെ നോക്കിക്കഴിഞ്ഞാൽ. ഈ ജനൽ ശരിക്കും നമുക്ക് ഉടുപ്പി ക്ഷേത്രത്തിലെ കനകനകിണ്ടി എന്ന ജനൽ ഓർമ്മപ്പെടുത്തും. അതായത് ഭക്തന് കാണുവാൻ വേണ്ടി ഭഗവാൻ സ്വയം തിരിഞ്ഞിരുന്ന് ഒരു ജനാല സൃഷ്ടിച്ചതിൻ്റെ ഐതിഹ്യം നാം അവിടെ വെച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഒരു ജനാലയ്ക്കുള്ളിൽ 9 നവദ്വാരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ജനാലയ്ക്കുള്ളിലൂടെയാണ് നമുക്ക് ഈശ്വര ദർശന സൗഭാഗ്യം ലഭിക്കുന്നത്. അതായത് നട അടച്ചിരിക്കുന്ന സമയത്തും ഇവിടെ ക്ഷേത്രഭൂമിയിൽ എത്തുന്നയാൾക്ക് കോദണ്ഡരാമ ദർശനം സൗഭാഗ്യം ലഭിക്കുന്നു. ഏത് നേരത്തും ഭക്തന് ദർശനം നൽകുന്ന കോദണ്ഡരാമസ്വാമി സീതാ ലക്ഷ്മണ സമേതനായി നിൽക്കുന്ന ആ പ്രദേശം, ആ ദിവ്യപ്രദേശം. അത് കഴിഞ്ഞ് നാം നേരെ വരുമ്പോൾ സാധാരണ ക്ഷേത്രങ്ങളിൽ കാണുന്ന പോലെ സോപാനമൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇത് പൂജാരിക്ക് അകത്തേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു വാതിൽ മാത്രമാണ്. അവിടെ യാതൊരു പ്രതിഷ്ഠയുമില്ല. എന്നാൽ അതുപോലെ നാം ആദ്യം കണ്ടതുപോലെ ശ്രീരാമ സാന്നിധ്യമുള്ള ആ ഒരു ശ്രീകോവിലിന് സമാനമായ രീതിയിൽ ഇവിടെയും ഒരു ജനൽ നമുക്ക് കാണാം, നവദ്വാരങ്ങളോടുകൂടി. ഇതിലൂടെ നമുക്ക് നോക്കിയാൽ മുഖ്യപ്രാണ എന്ന സങ്കല്പം കാണാം. മുഖ്യപ്രാണ എന്നാൽ ആഞ്ജനേയനാണ്. ആഞ്ജനേയ വിഗ്രഹ രൂപത്തെ നമുക്ക് ഇവിടെ നിന്ന് നേരെ നോക്കിയാൽ കാണുവാനാകുന്നുണ്ട്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആഞ്ജനേയൻ ശ്രീരാമനെ തന്നെ നോക്കി നിൽക്കുകയാണ്. തൻ്റെ സ്വാമിയെ ഭക്തി പുരസ്സരം നോക്കി നിൽക്കുന്ന ആഞ്ജനേയ ഭാവത്തെയാണ് നമുക്ക് ഇവിടെ നോക്കിയാൽ കാണുവാനാകുന്നത്. ഈ കാഴ്ചകൾ നമുക്ക് ക്യാമറ കണ്ണുകളിലൂടെ കാണിക്കുവാനാകുന്നതും അതുകൊണ്ടാണ്. കാരണം ആഞ്ജനേയൻ നേരെ ദൃഷ്ടിയായിട്ടല്ല ഇരിക്കുന്നത്, തൻ്റെ സ്വാമിയെ നോക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഒരു വശം, ആഞ്ജനേയൻ്റെ ഒരു വശമാണ് നമുക്ക് കാണാനാകുന്നത്. അങ്ങനെയുള്ള ഒരു ജനാലയാണ് ഇവിടെയുള്ളത്. ഇവിടെ കൂടി നാം ആഞ്ജനേയനെ നോക്കി കഴിഞ്ഞിട്ട് വേണം ക്ഷേത്രത്തെ വലം വയ്ക്കുവാൻ തുടങ്ങാൻ.